വടക്കുംപാട്ട് തറവാട്ടിൽ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. വീടിനോട് ചേർന്നുള്ള പശുത്തൊഴുത്തിൽ മാത്രം ബൾബിന്റെ വെളിച്ചമുണ്ട്. രാത്രി തൊട്ട് നേരം പുലരുവോളം പശുക്കൾക്കായി തൊഴുത്തിൽ ഒരു ബൾബ് കത്തും. ആ വെളിച്ചം വീടിന്റെ ചുമരിലേക്കെല്ലാം നേരിയ തോതിൽ പ്രകാശം പരത്തുന്നുണ്ടായിരുന്നു. വെളുപ്പിന് 4 മണിക്ക് ഫോണിൽ അലാറം അടിച്ചതും ഭർത്താവിനോട് പറ്റിച്ചേർന്നുകൊണ്ട് നല്ല ഉറക്കത്തിലായിരുന്ന അമൃത പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അവൾക്ക് ഇനിയും ഉറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞു വന്നതിന്റെ ആദ്യ ദിവസം തന്നെ അമ്മായിയമ്മ പറഞ്ഞതാണ്, പെണ്ണുങ്ങൾ രാവിലെ എണീറ്റ് കുളിച്ച് ശുദ്ധിയായി അടുക്കളയിൽ കയറണമെന്നും എല്ലാവരും എണീക്കുന്നതിന് മുൻപ് തന്നെ വീടിന്റെ അകവും പുറവുമെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കണമെന്നുമെല്ലാം. അതുകൊണ്ട് തന്നെ ഉറക്കച്ചടവോടുകൂടി അവൾ എഴുന്നേൽക്കാൻ നോക്കി. അപ്പോഴാണ് പെട്ടെന്ന് അവളുടെ അരക്കെട്ടിലൂടെ ഒരു കൈ വന്ന് അവളെ വീണ്ടും കട്ടിലിലേക്ക് തന്നെ കിടത്തിയത്. അവളുടെ അടുത്ത് കിടന്നുറങ്ങുകയായിരുന്ന ഭർത്താവ് അമലായിരുന്നു അത്. അവൻ അവളെ അവന്റെ പുതപ്പിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അവളുടെ മാറിൽ അവന്റെ തല അമർത്തി കിടന്നുകൊണ്ട് പറഞ്ഞു, നീ ഇതെങ്ങോട്ടാ അമൃത ഇത്ര നേരത്തെ? കുറച്ചു നേരം കൂടെ കിടക്ക്. അത് പറഞ്ഞുകൊണ്ട് അവൻ ഒന്നുകൂടെ അവളുടെ മാറിൽ മുഖം അമർത്തി. അമൃത അപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് അവനെ തലോടി. എന്നിട്ട് പറഞ്ഞു, ആ നല്ല കഥയായി. ഇനിയും ഞാൻ കിടന്നാലേ അമ്മ എന്ത് കരുതും? സമയം 5 ആയി. ഓ, അമ്മയോട് പോകാൻ പറ. ഇപ്പോൾ അല്ലാതെ പിന്നെ എപ്പോഴാ നമ്മളിങ്ങനെ കിടക്കുന്നേ? എന്റെ മോളിപ്പോൾ എവിടേക്കും പോണില്ല. അമൽ വീണ്ടും പുതപ്പിനുള്ളിൽ അവളുടെ മാറോട് അമർന്നു കിടന്നപ്പോൾ അമൃതക്ക് കുഞ്ഞു കുട്ടികൾ വാശി പിടിച്ചു പറയുന്ന പോലെ തോന്നി. അവൾ വാത്സല്യത്തോടെ അമലിനെ തലോടിക്കൊണ്ട് കുറച്ചു നേരം കൂടി അവിടെ കിടന്നു. അമൽ അവളെ ചേർത്തു പിടിച്ചു അവളുടെ ചൂട് പറ്റിക്കൊണ്ട് സുഖമായി ഉറങ്ങുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് അമൽ നല്ല ഉറക്കത്തിലെത്തിയപ്പോൾ അമൃത അവൻ അറിയാതെ പതുക്കെ അവന്റെ തല കട്ടിലിലേക്ക് വെച്ചു. അവന്റെ മൂർത്താവിൽ മെല്ലെ ഒന്ന് ഉമ്മ വെച്ചു. അമലിന്റെ തലമുടിക്ക് ഒരു പ്രത്യേക സുഖം തോന്നിക്കുന്ന ഒരു മണമാണ്. അമൃതയ്ക്ക് അത് വല്ലാത്തൊരിഷ്ടമാണ്. അവനെ ഒന്നുകൂടി അവൻ അറിയാതെ ഉമ്മ വെച്ച ശേഷം അവൾ പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. പിന്നെ പുതപ്പ് കൊണ്ട് ഒന്നുകൂടി അമലിനെ പുതപ്പിച്ച ശേഷം അവൾ മുറിവിട്ടിറങ്ങി. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച ആകുന്നതേയുള്ളൂ. പുതുമോടിയുടെ ഒരു സ്നേഹവും അടുപ്പവും ഒക്കെ അവര് തമ്മിൽ വേണ്ടുവോളമുണ്ട്. അമൽ ഒരുപാട് പെണ്ണ് കണ്ട് ഒന്നും നടക്കാതെ വന്നപ്പോൾ അവസാന ശ്രമം എന്നോണം പെണ്ണ് കാണാൻ വന്നതായിരുന്നു അമൃതയെ. അമൃതയെ കണ്ട ഉടനെ തന്നെ അമലിന് അവളെ വല്ലാതെ അങ്ങിഷ്ടപ്പെട്ടു. ആരും നോക്കി നിന്ന് പോകുന്ന സൗന്ദര്യവും മുട്ടൊപ്പം മുടിയുമുള്ള അത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു അമൃത. അവൾക്കൊരു ചേച്ചിയും അനിയത്തിയുമാണുള്ളത്. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. 1 വയസ്സായൊരു മോളുമുണ്ട്. ചേച്ചിയുടെ ഭർത്താവ് ഗൾഫിലാണ്. പറയാൻ വലിയ സാമ്പത്തികമൊന്നുമില്ലാത്ത ഒരു ആവറേജ് കുടുംബമാണ് അമൃതയുടേത്. അമൽ എറണാകുളത്ത് ബാങ്ക് ഓഫ് ബറോഡയിൽ മാനേജറാണ്. പാലക്കാടുള്ള അമലിന്റെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി വരിക ബുദ്ധിമുട്ടായതുകൊണ്ട് എറണാകുളത്ത് തന്നെ താമസിച്ചാണ് അവൻ ജോലി ചെയ്യുന്നത്. അമലിന്റെ ആലോചന വരുമ്പോൾ അമൃത ഡിഗ്രി അവസാന വർഷം പഠിക്കുകയായിരുന്നു. അമലിനെയും അമൃതയെയും കണ്ടുകഴിഞ്ഞാൽ 10ൽ 10 പൊരുത്തമെന്നൊക്കെ പറയുന്ന പോലെ അത്രയും ചേർച്ചയാണ്. ഏട്ടനും അനിയത്തിയുമാണെന്നേ കണ്ടാൽ പറയൂ. അത്രയും ഭംഗിയും പരസ്പരം ഇണങ്ങിയ ശരീരപ്രകൃതവുമാണ് രണ്ടാൾക്കും. അമൃതയ്ക്ക് ഇനിയും പഠിക്കണമെന്നും ഒരു ജോലി കിട്ടിയിട്ട് മതി കല്യാണമെന്നും ഒക്കെ വളരെ മുന്നേ തന്നെ അവൾ അവളുടെ അച്ഛനോടും വീട്ടുകാരോടും പറഞ്ഞിരുന്നതാണ്. എന്നാൽ അവളുടെ അച്ഛമ്മയുടെ പെട്ടെന്നുള്ള അസുഖവും ആശുപത്രിവാസവും ഒക്കെ കാരണം എത്രയും വേഗം അവളുടെ കല്യാണം നടത്തണമെന്ന തീരുമാനത്തിലേക്ക് അവളുടെ വീട്ടുകാർ എത്തപ്പെട്ടു. അച്ഛമ്മയുടെ ഓമനക്കുട്ടിയായിരുന്നു അമൃത. അതുകൊണ്ട് തന്നെ അവളുടെ വിവാഹം നടന്നു കാണണമെന്ന അച്ഛമ്മയുടെ ആഗ്രഹത്തിന് എല്ലാവരും കൂട്ടുനിന്നു. അങ്ങനെ വീട്ടുകാരുടെ പിടിവാശിക്ക് മുൻപിൽ തന്റെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് അമൃത വിവാഹത്തിന് സമ്മതം മൂളി. കൂടെ അമലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് അവനോട് വല്ലാത്തൊരു ഇഷ്ടവും ഉണ്ടായിരുന്നു. അമലിനും അതെ, അമൃത എന്ന് വെച്ചാൽ അവന് ജീവനായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ അമ്മായിയമ്മ ഉത്തരവിറക്കിയതാണ് രാവിലെ എണീക്കണമെന്നുള്ളതും എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ വീട്ടുപണികളെല്ലാം തീർക്കണമെന്നുള്ളതുമെല്ലാം. അതുകൊണ്ട് തന്നെ അമൃത എല്ലാ ജോലികളും മടിയൊന്നും കൂടാതെ സന്തോഷത്തോടെ ചെയ്തു പോന്നു. കല്യാണത്തിന് മുൻപ് തന്നെ അമൃതയുടെ അമ്മ അവളോട് പറഞ്ഞിരുന്നതാണ്, ചെന്നു കയറുന്ന വീട് സ്വന്തം വീട് പോലെ കരുതണമെന്നും അവിടെയുള്ളവരെ എല്ലാം സ്നേഹിച്ചും ബഹുമാനിച്ചും നിൽക്കണമെന്നുള്ളതും. അതുകൊണ്ട് അമൃത അവിടെയുള്ള എല്ലാവരോടും നല്ല സ്നേഹത്തോടെ മാത്രം പെരുമാറി. കല്യാണം കഴിഞ്ഞ അമലിന്റെ ഭാര്യയായി പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി അവന്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോൾ നിലവിളക്കുമായി നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന അമലിന്റെ അമ്മയുടെ മുഖത്തിന് ആ വിളക്കിനോളം തന്നെ വെളിച്ചമുണ്ടായിരുന്നു. ഇനി മുതൽ ഇതാണ് മോളുടെ വീടെന്നും പറഞ്ഞ് അമൃതയെ കൈപിടിച്ച് വീടിനുള്ളിലേക്ക് അമ്മ സ്നേഹത്തോടെ കൊണ്ടുപോകുമ്പോൾ കൊല്ലാൻ കൊണ്ടുപോകുന്ന മൃഗത്തിനോടുള്ള അവസാന സ്നേഹം മാത്രമായിരുന്നു അതെന്ന് അവൾ അറിഞ്ഞില്ല. കല്യാണം കഴിഞ്ഞ് 2 ആഴ്ചത്തെ ലീവും കഴിഞ്ഞ് അമൽ വീണ്ടും ജോലിയിൽ കയറാനായി എറണാകുളത്തേക്ക് പോയി. 2 പേർക്കും പിരിഞ്ഞിരിക്കാൻ വിഷമമുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് അവളെയും അവന്റെ കൂടെ കൊണ്ടുപോയാൽ അമ്മ എന്ത് കരുതുമെന്ന് വിചാരിച്ച് അവൻ അമൃതയെ കൂടെ കൂട്ടിയില്ല. മാത്രവുമല്ല, അമൽ ഇപ്പോൾ താമസിക്കുന്ന റൂമിൽ നിന്ന് മാറി ഒരു ഫാമിലി അപ്പാർട്ട്മെന്റ് ശരിയാക്കിയ ശേഷം പതിയെ അമൃതയെയും കൂടെ കൊണ്ടുപോകാമെന്ന് അവൻ അവൾക്ക് വാക്കുകൊടുത്തു. എന്നാൽ അമൽ ജോലിസ്ഥലത്തേക്ക് മടങ്ങിക്കഴിഞ്ഞതിന്റെ ശേഷമായിരുന്നു അമ്മയുടെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് അമൃത മനസ്സിലാക്കാൻ തുടങ്ങിയത്. അമലിനു മുന്നിൽ തേനൊലിക്കുന്ന പുഞ്ചിരിയും കാണിച്ച് അമൃതയെ മോളെ എന്ന് പോലും തികച്ചു വിളിക്കാത്തത്ര സ്നേഹം കാണിക്കുന്ന അമ്മയെയും കണ്ട് ജോലിക്ക് പോയപ്പോൾ തന്റെ ഭാര്യയ്ക്ക് അവിടെ സ്വർഗമായിരിക്കുമെന്നത് തന്നെയായിരുന്നു അവന്റെ മനസ്സിൽ. ആ ഒരു സമാധാനമാണ് അവനെ ഏറെ സന്തോഷിപ്പിച്ചതും.
പക്ഷേ ആ സന്തോഷങ്ങൾക്ക് അമൽ വീട്ടിൽ നിന്നിറങ്ങി എറണാകുളം എത്തുന്ന നേരം വരെയുള്ള ആയുസേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അമൃത അറിഞ്ഞത് ചോറൽപ്പം വേവ് കൂടിപ്പോയെന്ന കാരണത്തിൽ തുടങ്ങിയ അമ്മയുടെ പൊട്ടിത്തെറിയായിരുന്നു. അമൃത പഠിക്കാൻ മിടുക്കിയായിരുന്നതുകൊണ്ട് തന്നെ അവളുടെ അമ്മ അവളെ അധികം അടുക്കളയിലൊന്നും കയറ്റില്ലായിരുന്നു. പറ്റുന്നത്ര സമയം അവളിരുന്ന് പഠിച്ചോട്ടെ എന്ന് കരുതും. അതുകൊണ്ട് തന്നെ അമൃതയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ അത്ര വലിയ അറിവില്ലെങ്കിൽ കൂടി കല്യാണം കഴിഞ്ഞു വന്നപ്പോൾ മുതൽ അവൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ അവളെല്ലാം വെച്ചുണ്ടാക്കിയും വൃത്തിയാക്കിയും അമ്മായിയമ്മയെ സഹായിച്ചും പലതും ചോദിച്ചറിഞ്ഞും കുറച്ചൊക്കെ പഠിച്ചെടുത്തിരുന്നു. അന്നൊക്കെ ചോറ് വേവ് കൂടിയാലോ കറിയിൽ ഉപ്പോ എരിവോ കൂടിയാലോ അത് സാരമില്ല മോളെ എന്നും പറഞ്ഞ് മുടിയിൽ തലോടിയിരുന്ന അമലിന്റെ അമ്മ അമൽ പോയ ശേഷം പെട്ടെന്നാണ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത്. അശ്രീകരം, ഈ വെന്തലിഞ്ഞു പായസം പോലായ ചോറ് മനുഷ്യർക്കാർക്കെങ്കിലും വായിൽ വെക്കാൻ കൊള്ളുമോ? അതെങ്ങനാ? അടുക്കളപ്പണിയുടെ ABCD അറിയാത്തവർ കൈകൊണ്ട് തൊട്ടാൽ പിന്നെ ഒന്നും വായിൽ വെക്കാൻ കൊള്ളില്ല. അമ്മ അടുക്കളയിൽ നിന്ന് ഉറക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. സത്യത്തിൽ അമൃത വെച്ച ചോറ് വെന്തലിഞ്ഞു പോയിട്ടൊന്നുമില്ലായിരുന്നു. കഴിക്കാൻ പാകത്തിനുള്ള ചോറ് തന്നെ ആയിരുന്നു അത്. എന്നാലും അമ്മ മനഃപൂർവ്വം ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അമൽ പോയതിൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ അമൃത തീർത്തും ഒറ്റപ്പെട്ടൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. രാവിലെ മുതൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം കാണിക്കുന്ന അമ്മ, കൂടാതെ അയൽവാസികളുമായി പരദൂഷണത്തിന് മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന അമ്മയിൽ നിന്ന് പിന്നെ അവൾക്ക് കേൾക്കാൻ തുടങ്ങിയതെല്ലാം സംസ്കാരമില്ലാത്ത പുളിച്ച വാക്കുകളായിരുന്നു. കണ്ടാൽ ഒരു പാവത്തെ പോലെ നിഷ്കളങ്കത തോന്നിക്കുന്ന അമലിന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു മുഖമുണ്ടെന്ന് വിശ്വസിക്കാൻ അമൃതയ്ക്ക് ആദ്യമൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ദേഷ്യം വരുമ്പോൾ സമയവും സന്ദർഭവും ഒന്നും നോക്കാതെ അവർ അമൃതയെ വിളിക്കാത്ത തെറികളില്ലായിരുന്നു. മോളെ എന്ന് വിളിച്ചു കൊഞ്ചിച്ച നാവുകൊണ്ടാണ് ഇതൊക്കെ വിളിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ അമൃതയ്ക്ക് അത് വല്ലാത്തൊരു അത്ഭുതവും അതിനേക്കാൾ കൂടുതൽ അമ്പരപ്പുമായിരുന്നു. ഭർത്താവ് കൂടെ ഇല്ലാതെ ഇങ്ങനെ പെരുമാറുന്ന അമ്മയ്ക്കിടയിൽ വേണം ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാലോചിക്കുമ്പോൾ തന്നെ അവൾക്ക് തലയ്ക്കൊരു പെരുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവരുടെ വായിൽ തോന്നിയ തെറികളൊക്കെ കേട്ടുകഴിഞ്ഞ് മറുത്തൊന്നും പറയാതെ കരഞ്ഞ കണ്ണുകളുമായി അമൃത നിൽക്കുന്നത് കണ്ടാലും അമലിന്റെ അമ്മയുടെ മുഖത്തൊരു പുച്ഛഭാവം മാത്രമായിരുന്നു. എന്താടി, ഭർത്താവിന്റെ അമ്മ ഒന്ന് വഴക്ക് പറയുമ്പോഴേക്കും ഇങ്ങനെ കിടന്ന് മോങ്ങാൻ? നിന്റെ കയ്യിലെ കൊണവധികാരം കൊണ്ട് തന്നെയല്ലേ ഇതൊക്കെ കേൾക്കുന്നത്? ഇതൊന്നും കേൾക്കാൻ കഴിയില്ലെങ്കിൽ കെട്ടിലമ്മയ്ക്ക് ഇങ്ങോട്ട് കെട്ടിക്കേറി വരാതെ അവിടെ തന്നെ കെട്ടാച്ചാർക്കായി നിന്നാൽ മതിയായിരുന്നല്ലോ എന്നും പറഞ്ഞ് പുച്ഛിക്കുന്ന അമ്മയുടെ ഭാവം. എത്രയൊക്കെ മോശമായ വാക്കുകൾ നിസാര കാര്യത്തിന് തന്നെ പറഞ്ഞിട്ടും ഒരു കുലുക്കവുമില്ലാതെ സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഇവരും ഒരു പെണ്ണ് തന്നെയല്ലേ എന്ന് അമൃത മനസ്സിൽ ചിന്തിക്കുമെങ്കിലും അതെങ്ങാനും തുറന്നു ചോദിച്ചാൽ അടുത്ത വഴക്ക് അതിന്റെ പേരിലാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ മൗനം പാലിക്കുമായിരുന്നു. ഇതെന്റെ വീടാണ്, ഇവിടെ ഞാൻ പറയുന്നതേ നടക്കൂ. അതിപ്പോ മക്കളായാലും മരുമക്കളായാലും. ഇന്ന് വരെ ഈ വീട്ടിൽ എൻ്റെ വാക്കിനപ്പുറം ഒരാൾ മറുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ആരേലും പറഞ്ഞാൽ എന്നും പറഞ്ഞ് കലിതുള്ളി അകത്തേക്ക് പോകുന്ന അമ്മയെ നോക്കി സങ്കടം കടിച്ചമർത്തുമ്പോൾ ആ വേദനയുടെയും സങ്കടങ്ങളുടെയും ഭാരം എവിടെ കൊണ്ട് ചെന്ന് അഴിച്ചു വെക്കണമെന്ന് മാത്രം അമൃതക്ക് ഒരു പിടിയുമില്ലായിരുന്നു. അമലിനാണെങ്കിൽ അമ്മയെയും വീട്ടുകാരെയും ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവനോട് തുറന്നു പറയാനുള്ള ഒരു പേടിയും അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും അവൾക്ക് അമലിന്റെ വീട്ടിലെ രീതികളുമായി പൊരുത്തപ്പെട്ടു പോകാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി. വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും കല്ലിൽ അലക്കിയാലേ വൃത്തിയാവുകയുള്ളൂ എന്നും, തുണികൾ തേക്കുമ്പോൾ ചിരട്ട കത്തിച്ചുപയോഗിക്കുന്ന തേപ്പുപെട്ടി ഉപയോഗിച്ചേ തേക്കാൻ പാടുള്ളൂ എന്നും, നിലം തുടയ്ക്കുമ്പോൾ നന്നായി വൃത്തിയാകണമെങ്കിൽ തറയിലിരുന്ന് വേണം തുടയ്ക്കുവാനെന്നും, അമ്മിയിൽ അരച്ചുണ്ടാക്കുന്ന കറിക്ക് മാത്രമേ രുചി ഉണ്ടാവുകയുള്ളൂ തുടങ്ങിയ ഉത്തരവുകൾ അമ്മായിയമ്മ അവൾക്ക് നൽകി. അമലിനൊരു അനിയനും അനിയത്തിയും കൂടിയുണ്ട്. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞതാണ്. 2 കുട്ടികളുമുണ്ട്. അനിയത്തി വീട്ടിൽ വരുമ്പോഴൊക്കെ അവൾക്കും ഭർത്താവിനും കുട്ടികൾക്കും അവർ ആവശ്യപ്പെടുന്നതെല്ലാം അമൃത വെച്ച് വിളമ്പിക്കൊടുക്കണം. എത്രയൊക്കെ നന്നായിട്ടുണ്ടാക്കിയാലും അതിന് 100 കുറ്റങ്ങൾ നിരത്താൻ അമ്മ മുൻപിലാണ്. അതിനൊപ്പം നിൽക്കാൻ പെങ്ങളും കൂടുമെങ്കിലും അമലിന്റെ അനിയൻ അർജുൻ അമൃതയോട് നല്ല പെരുമാറ്റമായിരുന്നു. ടൗണിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയായിരുന്നു അർജുൻ. ആ വീട്ടിൽ അമൽ കഴിഞ്ഞാൽ അമൃതയോട് ഏറ്റവും നല്ല പെരുമാറ്റവും സ്നേഹവും അവനാണ്. ജോലി കഴിഞ്ഞ് വന്നാലും രാവിലെ ജോലിക്ക് പോകുമ്പോഴും അർജുന് ഭക്ഷണം എടുത്തു കൊടുക്കുന്നതെല്ലാം അമൃതയായിരുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിട്ടുകൊണ്ട് അയൽപ്പക്കക്കാരുടെ കുറ്റവും കുറവും ചികഞ്ഞു നടക്കുന്ന അമ്മയ്ക്ക് എവിടുന്ന മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ നേരം? അമ്മ ആള് കുറച്ച് സ്ട്രോങ് ആണെന്ന് അറിയാമെങ്കിലും കല്യാണം കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് തന്നെ അമൃതയോട് ഇത്തരത്തിലുള്ള കടുത്ത വാക്കുകളൊന്നും അമ്മ പറയുന്നതും ദ്രോഹിക്കുന്നതും വാസ്തവത്തിൽ അർജുനും അറിയില്ലായിരുന്നു. കാരണം അവൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ രാത്രിയാണ് കയറി വരിക. ഞായറാഴ്ച ഒരു ദിവസം ലീവുള്ളപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെയും പോകും. അമൃത ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെല്ലാം അമലിനെ പോലെ തന്നെ അർജുനും വലിയ ഇഷ്ടമായിരുന്നു. അവൻ എപ്പോഴും അമൃതയോട് നല്ലതേ പറയാറുള്ളൂ. എന്നാൽ അതേ സ്ഥാനത്ത് അമലിന്റെ അമ്മയും പെങ്ങളും 100 കുറ്റങ്ങൾ പറയുകയും ചെയ്യും. എന്നാൽ അവൾ ഉണ്ടാക്കുന്നതെല്ലാം വെട്ടി വീങ്ങിയിട്ട് പാത്രം പോലും കഴുകി വെക്കാതെ പോവുകയും ചെയ്യും. വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് അമൃത ഒന്ന് കിടക്കുമ്പോൾ രാത്രി 11 മണി ആയിട്ടുണ്ടാകും. അങ്ങനെ 1-2 ദിവസം കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പതിവ് പോലെ ഒരു ദിവസം രാവിലെ അനിയൻ അർജുൻ ജോലിക്ക് പോകാനായി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അമ്മ അമൃതയോട് പറയുന്നത് കേട്ടത്. ആര്യക്ക് പണയം വെക്കാൻ നീ നിന്റെ 2 ചെയിനിങ് തരണം. ഉമ്മറക്കോലായി തൂത്തു തുടയ്ക്കുകയായിരുന്ന അമൃതയോട് അമ്മ ആജ്ഞ പോലെ വന്ന് പറയുന്നത് കേട്ട് ഫോണിൽ ഓഫീസിലെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അർജുൻ ഒന്ന് തല ഉയർത്തി അവർ 2 പേരെയും നോക്കി.
അമ്മ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല എന്ന് അമൃതയുടെ ഭാവത്തിൽ നിന്ന് തന്നെ അവന് വ്യക്തമായിരുന്നു. അമ്മയ്ക്ക് എന്തിനാ ഇപ്പോൾ ഏട്ടത്തിയുടെ ചെയിൻ? അത് കേട്ടപാടെ അർജുൻ ചോദിച്ചു. അത് കേട്ടപ്പോൾ അമ്മ എന്തോ അത്ഭുതം കേട്ടതുപോലെ അവനെ നോക്കി. അതുകൊള്ളാം, നീ എന്നോട് ചോദ്യം ചെയ്യാൻ മാത്രമായോ? നീ നിന്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജോലിക്ക് പോട ചെറുക്ക. ഞാൻ നിന്നോടല്ല ഇവളോടാ ചോദിച്ചത്. ഇതേ ഞങ്ങൾ മുതിർന്നവർ തമ്മിലുള്ള കാര്യമാ. എടി, ആര്യയുടെ ഭർത്താവിന് ഇപ്പോൾ പണി കുറവാണ്. അവർക്കൊരു കാർ എടുക്കാൻ വേണ്ടിയാ. നീ നിന്റെ ആ 2 വലിയ ചെയിന് പോയി ഇങ്ങ് എടുത്തുകൊണ്ട് വാ. എനിക്ക് അവൾക്ക് കൊടുക്കാനാ. അമൽ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അത് മാത്രമല്ല, അവൾക്ക് അവിടെ വേറെയും എന്തൊക്കെയോ അത്യാവശ്യമുണ്ട്. പണയം വെക്കാൻ വല്ലതുമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാനാണ് പറഞ്ഞത് നിന്റെ ചെയിൻ വാങ്ങി തരാമെന്ന്. ഇന്നിപ്പോ ആ ചെയിൻ വാങ്ങാൻ അവൾ വരും. അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ അർജുന് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഒരു ഉളുപ്പുമില്ലാതെ സീരിയലിലുള്ള അമ്മായിയമ്മമാരെ പോലെ പെരുമാറുന്ന അമ്മയോട് അവന് പുച്ഛമാണ് തോന്നിയത്. ഏട്ടത്തിയുടെ ചെയിൻ പണയം വെക്കാൻ കൊടുക്കാമെന്ന് പറയാൻ അമ്മയ്ക്ക് എന്ത് അധികാരമുണ്ട്? അതും ഏട്ടത്തിയോട് പോലും ചോദിക്കാതെയാണോ അമ്മ കയറി ഏൽക്കേണ്ടത്? ഏട്ടത്തിയുടെ സ്വർണം എടുത്ത് പണയം വെക്കുമ്പോൾ ഏട്ടത്തിയോടും ഏട്ടനോടും ചോദിക്കണ്ടേ? അർജുൻ ചോദിച്ചത് ഇഷ്ടപ്പെടാത്തതുപോലെ അമ്മ മുഖം ചുളിച്ചു. അവന്റെ ചൊറിയുന്ന വർത്താനം കേട്ടിട്ട് സത്യത്തിൽ അമ്മയ്ക്ക് ദേഷ്യം കയറി വരുന്നുണ്ടായിരുന്നു. ഞാൻ എന്തിനാടാ അത് ഇവളോട് ചോദിക്കുന്നത്? ഇവളുടെ സ്വർണമേ എൻ്റെ മോന് സ്ത്രീധനം കിട്ടിയതാണ്. അതെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവന്റെ അമ്മ എന്ന നിലയിൽ എനിക്കുണ്ട്. ഇനി നാളെ നീ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടു വന്നാൽ നിന്റെയും നിന്റെ പെണ്ണിന്റെയും കാര്യം തീരുമാനിക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. അതിനാണ് നിങ്ങളെയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് പെറ്റുപോറ്റിയത്. അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ അർജുൻ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു, ഓ പിന്നെ, എന്നെങ്കിലും ഞാൻ കല്യാണം കഴിച്ചാൽ എന്റെയും എൻ്റെ ഭാര്യയുടെയും കാര്യത്തിൽ കയറി തലയിടാമെന്ന് അമ്മ കരുതുന്നുണ്ടെങ്കിൽ അതിനിത്തിരി പുളിക്കും. ഇത് ഏട്ടനും ഏട്ടത്തിയും ഒരു പാവമായതുകൊണ്ട് അമ്മയ്ക്ക് എന്തും പറയാമെന്നാണോ? അർജുൻ എന്നിട്ട് അമൃതയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു. ഇതൊന്നും കേട്ട് ഏട്ടത്തി പേടിക്കണ്ട. ആര്യക്ക് കൊടുക്കാനുള്ളതൊക്കെ അവളുടെ കല്യാണ സമയത്തും പ്രസവ സമയത്തും ഞാനും ഏട്ടനും കഷ്ടപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവൾക്ക് കാറ് വാങ്ങണമെങ്കിൽ അത് അവളും അളിയനും അവരുടെ പൈസ എടുത്ത് വാങ്ങട്ടെ. ഇനി അഥവാ അവർക്ക് ഇപ്പോൾ പൈസ ഇല്ലെങ്കിൽ അധ്വാനിച്ച് സമ്പാദിച്ചിട്ട് വാങ്ങട്ടെ. അല്ലാതെ ഏട്ടത്തിയുടെ സ്വർണം എടുത്ത് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് അവൻ അമ്മയെ നോക്കി പറഞ്ഞു, എല്ലാവരെയും അടക്കി ഭരിച്ചും ആജ്ഞാപിച്ചും അമ്മ വിചാരിക്കുന്ന പോലെ വെച്ച നിലയിൽ കഴിയാമെന്ന് അമ്മ കരുതുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ തോന്നലാണ്. ഏട്ടത്തിയുടെ സ്വർണം ഏട്ടത്തിയുടേത് മാത്രമാണ്, അല്ലാതെ അത് അമ്മയ്ക്ക് അടിയറവ് വെച്ചിട്ടൊന്നുമില്ല. അർജുൻ പറഞ്ഞപ്പോൾ അമ്മ സങ്കടം അഭിനയിച്ചുകൊണ്ട് കണ്ണു തുടയ്ക്കാൻ തുടങ്ങി. കൊള്ളാം, അച്ഛനില്ലാതെ നിങ്ങളെയൊക്കെ വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിച്ച ഞാൻ ഇത് തന്നെ കേൾക്കണം. നിങ്ങളുടെയൊക്കെ ഔദാര്യത്തിനു വേണ്ടി കാത്തു നിൽക്കാനാണ് ഇപ്പോൾ എൻ്റെ വിധി. അമ്മ അത് പറയുന്നത് കേട്ടിട്ടും അർജുന്റെ മനസ്സിൽ ചലനങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം അമ്മയുടെ സ്വഭാവം അമലിനേക്കാൾ നന്നായി അർജുൻ അറിയാമായിരുന്നു. അമ്മ പറഞ്ഞതുപോലെ അച്ഛനില്ലാതെ 3 മക്കളെ വളർത്തി വലുതാക്കാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കി തന്നെയാണ് ഈ പ്രായത്തിലും ഞങ്ങൾ ജീവിക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു തരുന്നതിനും ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല. പക്ഷേ അന്നും ഇന്നും എന്റെയോ ഏട്ടന്റെയോ സാഹചര്യങ്ങളോ ആവശ്യങ്ങളോ ഒന്നും അറിഞ്ഞിട്ടല്ല അമ്മ പ്രതികരിക്കുന്നത്. അമ്മയ്ക്ക് എപ്പോഴും അമ്മയും അമ്മയുടെ മോളും സുഖമായിരിക്കണം എന്നൊരു ചിന്ത മാത്രമാണുള്ളത്. അതിനിടയിൽ ഞങ്ങൾ 2 ആൺകുട്ടികളെ അമ്മ മറന്നു പോകുന്നുണ്ട്. ഞങ്ങൾ കിടന്ന് വണ്ടിക്കാളയെപ്പോലെ കുടുംബഭാരം വലിക്കുക, എന്നിട്ട് അമ്മ അതിലൊക്കെ കുറ്റം കാണുക. ഇതല്ലേ ഇത്ര നാളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഏട്ടത്തിയെങ്കിലും അമ്മ വെറുതെ വിടണം. ഞങ്ങളെ പിയ്യുന്ന പോലെ അമ്മ ഈ പാവത്തിന്റെ കയ്യിൽ നിന്നും എല്ലാം അടിച്ചു മാറ്റാമെന്ന് കരുതണ്ട. അർജുൻ ഓരോന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും അമ്മ ദേഷ്യത്തോടെ അവനെ കുറെ ചീത്തയും വിളിച്ച് അകത്തേക്ക് കയറിപ്പോയി. അർജുൻ അപ്പോൾ അമൃതയോട് പറഞ്ഞു, കാര്യം ഞങ്ങളുടെ അമ്മയൊക്കെ തന്നെയാ. പക്ഷെ ഒന്നും ചോദിച്ചാൽ കൊടുക്കരുത് ഏട്ടത്തി. ഏട്ടത്തിയുടെ വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന പൊന്ന് നാളെ ഏട്ടത്തിയുടെയും ഏട്ടന്റെയും ആവശ്യങ്ങൾക്കുള്ളതാ, അല്ലാതെ ഇവർക്ക് അമ്മക്കും മോക്കും ഫുഡ് അടിക്കാനുള്ളതല്ല. അർജുൻ അത് പറയുമ്പോൾ അമൃതയുടെ കണ്ണു നിറഞ്ഞു. അവൾ അവനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്താ പറയേണ്ടത് അർജുൻ? അമ്മയോട് ഞാനത് പണയം വെക്കാൻ തരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അമ്മയുടെ ദേഷ്യവും വാശിയും മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ദേഷ്യത്തോടെ കയറിപ്പോയത് നീ കണ്ടില്ലേ? അമൃത പറയുന്നത് കേട്ടപ്പോൾ അർജുൻ ആകെ വല്ലാതായി. അമൃത പറയുന്നതിലും കാര്യമുണ്ട്. അമ്മയ്ക്കൊന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ദേഷ്യം വരും. അടുത്തു നിൽക്കുന്നത് ആരാണെങ്കിലും അമ്മ അമ്മയ്ക്ക് തോന്നിയത് വിളിച്ചു പറയും. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ എങ്കിലും അമൃത ആയതുകൊണ്ടാണ് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നത്. മറ്റേതെങ്കിലും ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ എപ്പോഴേ എല്ലാം ഓരോ വൈക്കായേനെ. അമ്മ എന്തെങ്കിലും പറയുമ്പോൾ ഏട്ടത്തി എല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കരുത് കേട്ടോ. ഏട്ടത്തിക്ക് ചിലവിന് തരുന്നത് ഏട്ടനാണ്. ഏട്ടനെ മാത്രം പേടിച്ചാൽ മതി. ഏട്ടത്തിക്ക് ഏട്ടന്റെ കൂടെ പോയിക്കൂടെ? ഞാനാണെങ്കിൽ എൻ്റെ ഭാര്യയെ കൊണ്ട് എപ്പോൾ ഇവിടുന്ന് സ്ഥലം വിട്ടു എന്ന് ചോദിച്ചാൽ മതി. അമ്മയുടെ സ്വഭാവം ഏട്ടനേക്കാൾ നന്നായി എനിക്കറിയാവുന്നത് കൊണ്ട് പറയുകയാ. ഏട്ടത്തിക്ക് ഏട്ടന്റെ കൂടെ അവിടെ റൂം ശരിയാക്കി നിൽക്കുന്നതല്ലേ നല്ലത്. ഇവിടെ നിന്നിട്ട് വെറുതെ അമ്മയുടെ ചൊറിച്ചിൽ കേൾക്കണ്ടല്ലോ. കാര്യം അമ്മയൊക്കെയാണ്, പക്ഷെ അമ്മ പറയുന്നതെല്ലാം അനുസരിക്കണം. അമ്മയെ എതിർത്തൊരു വാക്കുപോലും പറയരുത് എന്നൊന്നും ഞാനോ ഏട്ടനോ ഏട്ടത്തിയോട് പറയില്ല. പക്ഷേ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അമ്മയുടെ നിരാഹാരമായിരിക്കും. അതൊക്കെ അമ്മയുടെ അടവാ. ഞാനിത് എത്രയായി കാണുന്നു. ആ കാര്യത്തിൽ ആരെയും മോശമല്ല. അവരുടെ കാര്യം സാധിപ്പിച്ചെടുക്കാൻ അവർ 2 ആൾക്കും നല്ല മിടുക്ക.
അമ്മ എന്നല്ല, നമുക്ക് ഇഷ്ടപ്പെടാത്തത് ആരെന്ത് പറഞ്ഞാലും നമ്മൾ പ്രതികരിക്കണം. നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാകൂ. അല്ലെങ്കിലേ ഇവരൊക്കെ തലയിൽ കയറും. അർജുൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് അമൃതക്കും തോന്നുന്നുണ്ടായിരുന്നു. ഒരാൺകുട്ടിയായ അർജുൻ അത്രയും സ്നേഹത്തോടെ തന്നോട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടപ്പോൾ അവൾക്ക് അവനോട് മതിപ്പും ബഹുമാനവും തോന്നി. അത് കഴിഞ്ഞ് അർജുൻ ജോലിക്ക് പോയി. അന്ന് ഉച്ചയ്ക്ക് അമൃത പശുത്തൊഴുത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിലത്തുണ്ടായിരുന്ന പലകയിൽ നിന്ന് ഒരാണി അമൃതയുടെ കാലിൽ തറച്ചു കയറി. അവൾ കാൽ മെല്ലെ പിറകിലേക്ക് വലിച്ചു ആണിയിൽ നിന്ന് കാൽ മാറ്റിയെങ്കിലും ചോര നിർത്താതെ ഒഴുകാൻ തുടങ്ങി. കാല് നിലത്ത് അമർത്തി ചവിട്ടാൻ കഴിയാതെ എങ്ങനെയൊക്കെയോ ഒരുവിധം മുന്നോട്ട് നടക്കുമ്പോഴേക്കും പെട്ടെന്നൊരു തലകറക്കം വന്ന് അവൾ അവിടെ പശുത്തൊഴുത്തിൽ തന്നെ ഇരുന്നു പോയി. ഇതെല്ലാം അടുക്കളയിൽ നിന്ന് അമ്മ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അമൃത നോക്കിയപ്പോൾ അമ്മ അവിടെ നോക്കിക്കൊണ്ട് അങ്ങനെ അനങ്ങാതെ നിൽക്കുകയായിരുന്നു. അമ്മേ, ഒരു ഗ്ലാസ് വെള്ളം തരുമോ? അമൃത കെഞ്ചിക്കൊണ്ട് ചോദിച്ചു. എന്നിട്ട് പോലും അവർ ഒരു ചെറു വിരൽ അനക്കിയില്ല. കുറെ നേരം കഴിഞ്ഞിട്ടും തല കറങ്ങി എണീക്കാൻ കഴിയാതെ വന്നപ്പോൾ അമൃത ഒന്നുകൂടി അമ്മയോട് വെള്ളം ചോദിച്ചു. മനസ്സില്ലാ മനസ്സോടെ അവർ മുഖം കറുപ്പിച്ചുകൊണ്ട് വെള്ളം എടുക്കാനായി പോയി. തൊട്ടടുത്ത് വെള്ളമുണ്ടായിരുന്നിട്ടും അവർ ദൂരെ ചെന്ന് വെള്ളമെടുത്ത് പതിയെ ആയിരുന്നു അമൃതയുടെ അടുത്തേക്ക് വന്നത്. ഇന്ന എന്ന് പറഞ്ഞ് വെള്ളം അവിടെ വെച്ച് പോവുകയാണ് അവർ ചെയ്തത്. അല്ലാതെ മുറിവിൽ നിന്ന് ചോര ഒഴുകുന്നത് കണ്ടിട്ട് പോലും അവർ അത് മൈൻഡാക്കുകയോ അവളോടൊന്നും ചോദിക്കുകയോ ചെയ്തില്ല. അവിടെ വെച്ചിരുന്ന വെള്ളം എടുത്തു കുടിച്ച ശേഷം അമൃത മെല്ലെ എണീറ്റ് റൂമിൽ പോയി തനിയെ മുറിവിൽ തുണി വെച്ചു കെട്ടി. അത് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് വല്ലാത്തൊരു വയറുവേദന കൂടി അനുഭവപ്പെടാൻ തുടങ്ങി. ബാത്റൂമിൽ പോയി നോക്കിയപ്പോൾ പീരീഡ്സും വന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും വയ്യാതെ അവൾ അവിടെ മുറിയിലെ കട്ടിലിൽ കുറച്ചുനേരം കിടന്നുപോയി. കുറച്ചു കഴിഞ്ഞ് അമ്മ വിറക് കീറാനായി വന്ന് വിളിച്ചപ്പോൾ ഒട്ടും വയ്യ എന്നും കൂടെ പീരീഡ്സ് ആയ കാര്യവും അമൃത ദയനീയമായി പറഞ്ഞു. എന്നിട്ടാണോടി നീ ഈ കട്ടിലിൽ കയറി കിടക്കുന്നത്? ഇവിടെ തൊടലും പിടിക്കലും ഒന്നും പാടില്ലെന്ന് നിന്നോട് ഇനി പ്രത്യേകം പറയണോ? എണീറ്റ് പോയി അടുക്കളപ്പുറത്തുള്ള മുറിയിൽ പോയി കിടക്കടി. ദൈവകോപം വാങ്ങി തരാനായിട്ട് ഓരോ അവളുമാര് കെട്ടിക്കേറി വന്നോളും. അമ്മ നിർത്താതെ ചീത്ത പറഞ്ഞുകൊണ്ട് അവളെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചു. അമ്മയുടെ ചീത്തവിളി കൂടുതൽ കേൾക്കാതിരിക്കാനായി അമൃത വേഗം അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുത്തു താഴത്തെ മുറിയിലേക്ക് പോയി. അവിടെ പുറത്തെ അടുക്കളയോട് ചേർന്ന ഇരുട്ടുമുറിയാണ് അവർ അവൾക്ക് കാണിച്ചു കൊടുത്തത്. പേടിയോടെ ആണെങ്കിലും അവൾ ആ മുറിയിൽ കയറി നിലത്ത് പാവിരിച്ചു അതിൽ കിടന്നു. ഇങ്ങനെ ഒരു അനുഭവം അവൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. വീട്ടിലാകുമ്പോൾ പീരീഡ്സിന്റെ സമയത്ത് വയറുവേദന കാരണം സ്വന്തം ഇഷ്ടത്തിന് കുറേ നേരം കിടന്നുറങ്ങും. വേദന വല്ലാതെ കൂടുമ്പോൾ ഒരു ഗുളിക കഴിക്കും. അച്ഛൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊണ്ട് തരും. കുട്ടിക്കാലത്ത് അമൃതയുടെ 1 വയസ്സിന് മൂത്ത ചേച്ചിയേക്കാൾ 2 മാസം മുൻപ് പീരീഡ്സ് ആയത് അമൃതയ്ക്കായിരുന്നു. ആദ്യമായി പീരീഡ്സ് ആയ സമയം റൂമിൽ നിന്ന് മാറിക്കിടക്കണമെന്ന് അച്ഛമ്മ പറഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ അന്ന് അതിന് തിരിച്ചു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. എന്റെ മോൾക്ക് വയ്യാതെ ഇരിക്കുന്ന സമയം അവളെ താഴെ കിടത്താനൊന്നും ഞാൻ സമ്മതിക്കില്ല. അല്ലെങ്കിലും എന്ത് കാര്യത്തിനാണ് അതൊക്കെ? കുറെ അന്ധവിശ്വാസങ്ങൾ. ഈ വക കാര്യങ്ങൾ ഇനി ഈ വീട്ടിൽ ആരും പറയരുത്. അച്ചമ്മയ്ക്ക് അവളെ വലിയ ഇഷ്ടമായിരുന്നെങ്കിൽ പോലും ആചാരവും വിശ്വാസങ്ങളും അനുസരിച്ചായിരുന്നു അച്ചമ്മ അങ്ങനെ പറഞ്ഞത്. എന്നാൽ അച്ഛന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ പിന്നീട് അച്ചമ്മയ്ക്ക് അതിനെക്കുറിച്ച് പറയാൻ തന്നെ പേടിയായിരുന്നു. 3 പെൺകുട്ടികളുള്ള വീടായിട്ട് പോലും അന്ധവിശ്വാസത്തിന്റെ പേരിൽ അവരുടെ അച്ഛൻ മാറ്റിക്കിടത്തിയിട്ടില്ല. ആ താനാണ് ഇന്ന് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഈ ഇരുട്ടുമുറിയിൽ കിടക്കുന്നത് എന്നോർത്ത് അവളുടെ കണ്ണ് നിറഞ്ഞു. വേദന സഹിക്കാൻ വയ്യാതെ ഇടക്ക് അവൾ എണീറ്റ് പോയി അമ്മയോട് അവിടെ വാങ്ങിവെച്ച വേദനയുടെ ഗുളിക വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് വന്ന മറുപടി പല്ല് കടിച്ചുകൊണ്ടായിരുന്നു. ഇത് നിനക്ക് മാത്രമുള്ള കാര്യമൊന്നുമല്ല. എല്ലാ വീട്ടിലും പെണ്ണായി പിറന്ന എല്ലാവർക്കും നടക്കുന്നതാണ്. അതിന് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. എല്ലാം കൂടെ അവൾക്ക് വല്ലാത്ത വയ്യായ്ക തോന്നി ആ വീട്ടിൽ. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആർത്തവം. കൂടെ സമാധാനിപ്പിക്കാൻ അമലുമില്ലാതെ പോയത് അവളെ കൂടുതൽ സങ്കടത്തിലാക്കി. ആ മുറിയിൽ വേദന സഹിച്ച് ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ അമൃതയ്ക്ക് വല്ലാത്ത ഒറ്റപ്പെടലും തോന്നി. കാലിൽ ആണി കൊണ്ട വേദനയും പീരീഡ്സിന്റെ കനത്ത വയറുവേദനയും എല്ലാം കൂടെ ആയപ്പോൾ രാത്രിയാകുമ്പോഴേക്ക് അമൃതയ്ക്ക് വല്ലാതെ പനിച്ചു. അമൽ രാത്രി ഫോൺ വിളിച്ചപ്പോൾ അവൾക്ക് ശരിക്കൊന്ന് സംസാരിക്കാൻ പോലും വയ്യായിരുന്നു. പനിച്ചു വിറച്ചുകൊണ്ട് അവൾ കാര്യങ്ങളെല്ലാം അവനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതുവരെ ഒന്നും പറയാതിരുന്ന അമൃത അപ്പോഴാണ് അവനോടെല്ലാം തുറന്നു പറയുന്നത്. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അമലിനാകെ എന്തോ പോലെയായി. അവൻ കുറച്ചു ദൂരെയല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് എത്താനും കഴിയില്ലല്ലോ. എന്തായാലും നാളെ ആണി കൊണ്ടതിന് പോയി ഇഞ്ചക്ഷൻ എടുക്കണം. ഞാൻ അർജുനോട് പറയാം, അവൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. അല്ലെങ്കിൽ പോയ്സൺ ആകും. ഇപ്പോൾ മോൾ എന്തെങ്കിലും പോയി കഴിക്ക്. ഏട്ടനല്ലേ പറയുന്നത്, രാത്രി പട്ടിണി കിടക്കല്ലേ, വിശന്നുകൊണ്ട് ഉറങ്ങല്ലേ എന്ന് അമൽ നിർബന്ധിച്ചതുകൊണ്ടാണ് അമൃത കുറച്ചെന്തെങ്കിലും കഴിക്കാനായി അടുക്കളയിലേക്ക് ചെന്നത്. വേദനയുള്ള കാലമർത്താതെ പതിയെ നടന്നുകൊണ്ട് അവൾ പ്ലേറ്റ് എടുത്തു. പിന്നെ മെല്ലെ പ്ലേറ്റിലേക്ക് ഒരു തവി ചോറെടുത്തിടുമ്പോൾ ആയിരുന്നു അപ്പുറത്തു നിന്ന് നോക്കുന്ന അമ്മയുടെ കണ്ണുകൾ ചുവക്കുന്നതും മുഖം മാറുന്നതും കണ്ടത്. നിനക്ക് ഇത്രയ്ക്കും അഹങ്കാരമോ ഒരുമ്പെട്ടവളെ എന്നും പറഞ്ഞ് അടുത്തേക്ക് പാഞ്ഞു വന്ന് കയ്യിലെ പ്ലേറ്റിലുള്ള ചോറ് പുറത്തെ വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അമ്മ കലിതുള്ളി പറയുന്നുണ്ടായിരുന്നു. നിന്നോട് ഞാൻ ഈ സമയത്ത് അടങ്ങി ഒതുങ്ങി ആ മുറിയിൽ കിടക്കാൻ പറഞ്ഞതല്ലേ? നിനക്കൊക്കെ തോന്നിയ പോലെ എടുത്തു കഴിക്കാൻ ഈ വീട്ടിൽ പറ്റില്ല. ഇവിടെ ആണൊരുത്തൻ ജോലി കഴിഞ്ഞ് വരാനുണ്ട്.
ഈ സമയത്ത് ആണുങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊന്നും തൊട്ടുകൂട്ടരുതെന്ന് നിന്റെ വീട്ടിൽ നിന്ന് ആരും പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നീ ഇവിടെയൊക്കെ അശുദ്ധിയാക്കാൻ കൽപ്പിച്ചു കൂട്ടി ഇറങ്ങിയതാണോ? പീരീഡ്സും വെച്ചുകൊണ്ട് നീ തിന്നതിന്റെ എച്ചിലല്ല എൻ്റെ മോൻ കഴിക്കേണ്ടത്. അത്ര വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പുറത്തിറങ്ങി കുറച്ച് മണ്ണോ ചളിയോ വാരി തിന്ന് കിടക്കടി. അതും കേട്ട് പ്ലേറ്റിലേക്കിട്ട വിരലിൽ പറ്റിയ 2 വറ്റ് ചോറ് പതിയെ കുടഞ്ഞുകൊണ്ട് എണീക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് വെള്ളച്ചാട്ടം പോലെ വെള്ളവും ഒഴുകാൻ തുടങ്ങി. ഒന്നും മിണ്ടാതെ കൈ കഴുകി റൂമിലേക്ക് നടക്കുമ്പോൾ അമ്മയുടെ മുഖത്തെ തുറച്ചുനോട്ടം അവളെ വല്ലാതെ പേടിപ്പെടുത്തുന്നതായിരുന്നു. ഇനിയും തനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അമൃത അമലിനെ വിളിച്ച് സംഭവിച്ചതൊക്കെ പറഞ്ഞു. കാര്യമറിഞ്ഞപ്പോൾ അമലിനാകെ ദേഷ്യം ഇരച്ചു കയറി. ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. കുറച്ചു നേരം കൂടി നീ ഒന്ന് സഹിക്കേ. നീ ഇതൊക്കെ ഏട്ടനോട് നേരത്തെ പറയണ്ടേ? എല്ലാം ഒറ്റക്ക് സഹിക്കുകയാണോ വേണ്ടത്? അതും കൂടെ കേട്ടു കഴിഞ്ഞപ്പോൾ അമലിന്റെ കണ്ണും നിറഞ്ഞൊഴുകി. ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചു എന്നുകൂടി പറഞ്ഞപ്പോൾ അവനൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. ആ ഭക്ഷണത്തിന് വേണ്ടിയല്ലേ താനൊക്കെ ദൂരെ നാട്ടിൽ കിടന്നിങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്നിട്ട് താലി കെട്ടിയ പെണ്ണിന് പനിച്ച് വിശന്നിരിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തില്ല എന്നത് അവനെ വല്ലാതെ കുത്തി നോവിച്ചു. അതുകൊണ്ട് തന്നെ അതുകൂടി കേൾക്കേണ്ട താമസം അവൻ അപ്പോൾ തന്നെ രാത്രിയുള്ള ട്രെയിനിന് ടിക്കറ്റ് എടുത്തു. ഭാഗ്യവശാൽ സ്പീഡിലെത്തുന്ന ജനശതാബ്ദി ട്രെയിനിന് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ഒരു ടിക്കറ്റ് അവന് കിട്ടി. പുലർച്ചെയോടെ അമൽ വീട്ടിലെത്തി. കോളിംഗ് ബെൽ അടിക്കാതെ അർജുന്റെ ഫോണിലേക്ക് വിളിച്ചു. അവൻ അമലിന് വാതിൽ തുറന്നു കൊടുത്തു. ഏട്ടനെന്താ ഈ സമയത്ത്? അർജുൻ ചോദിച്ചു. അമൽ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അമ്മയുടെ സ്വഭാവം മഹാമോശമാണ്. ഏട്ടൻ ഏട്ടത്തിയെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. ആ പാവത്തിന് വെറുതെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തണ്ട എന്ന് അർജുനും അമലിനോട് പറഞ്ഞു. അമൽ വേഗം തന്നെ അമൃതയെ നോക്കാനായി അടുക്കളയിലേക്ക് ചെന്ന് ലൈറ്റ് ഇട്ടു. അടുക്കളപ്പുറത്തെ പഴയ സാധനം കൂട്ടിയിടുന്ന മുറിയിൽ വെറും പായിൽ പനിച്ചു ഉറച്ചുകൊണ്ട് അങ്ങനെ കിടക്കുകയായിരുന്നു അമൃത. ഇളം റോസ് കളറുള്ള അവളുടെ ചുരിദാറിലും പായിൽ വിരിച്ചിരുന്ന അവളുടെ ഷോളിലും ആകെ ചോര പടർന്നിട്ടുണ്ട്. ഒന്ന് എണീറ്റ് പോയി പാഡ് മാറ്റാൻ പോലും കഴിയാതെ ആ ചോരയിൽ അവൾ അങ്ങനെ കിടക്കുകയായിരുന്നു. കാലിൽ ആണി തറച്ചിട്ട് കെട്ടിയ ഒരു കെട്ടുമായി പനിച്ചു തുള്ളിക്കൊണ്ട് ചുരുണ്ടു കിടക്കുന്ന അമൃതയെ കണ്ടപ്പോൾ അമലിന്റെ നെഞ്ചു പൊട്ടിപ്പോയി. നിറഞ്ഞ കണ്ണുകളോടെ അമൽ അവളെ തട്ടി വിളിച്ചു. അമൃത മോളെ. അമലിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ മെല്ലെ കണ്ണു തുറന്നു. പക്ഷേ പാടെ തളർന്നുപോയ അവൾക്ക് അവനെ ശരിക്കൊന്ന് നോക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അമലിനെ കണ്ടപ്പോൾ അമൃത ഒന്ന് നേർത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ശേഷം പൊട്ടിക്കരഞ്ഞു. അതുവരെ പിടിച്ചു വെച്ചിരുന്ന സങ്കടമൊക്കെ അവന്റെ മുന്നിൽ ഏങ്ങൽ അടിച്ചു പുറത്തേക്ക് വന്നു. ഏട്ടൻ എപ്പോൾ വന്നു? ഒരു സഹായം മാത്രം എനിക്കൊന്ന് പെട്ടെന്ന് ചെയ്തു തരാമോ ഏട്ടാ? ദയനീയമായിരുന്നു അവളുടെ ചോദ്യം. എന്താ മോളെ പറ, അമൽ ചോദിച്ചു. എനിക്കൊരു ടാബ്ലറ്റ് വാങ്ങിത്തരുമോ? പെയിൻ കില്ലർ. വേദന സഹിക്കാൻ വയ്യ. അവൾ അത് പറഞ്ഞതും അമൽ അവളെ ചേർത്തു പിടിച്ചു. ആണി കയറി അവളുടെ കാലിന്റെ കെട്ടിലൊന്ന് മെല്ലെ തലോടി നോക്കി. എന്നിട്ട് പറഞ്ഞു, പെയിൻ കില്ലർ മാത്രമായിട്ട് വാങ്ങിക്കേണ്ട, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അത് പറഞ്ഞ് അമൽ അവളെ കോരിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ കട്ടിലിൽ ഇരുത്തി അവളുടെ നെറ്റിയിലൊന്ന് തൊട്ടു നോക്കിയപ്പോൾ നെറ്റി ചുട്ടുപൊള്ളുകയായിരുന്നു. അമൽ അപ്പോൾ അവളുടെ ഡ്രസ്സ് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഡ്രസ്സ് മാറണ്ടേ? ബ്ലഡ് ആയിട്ടുണ്ട്. അമൃത അവന്റെ കണ്ണിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, മാറ്റണം. ഡ്രസ്സ് മാറ്റാൻ എണീറ്റ് പോകാൻ കഴിയാഞ്ഞിട്ടായിട്ടാ. ഒട്ടും വയ്യാതെ കിടന്നുപോയി. ഇങ്ങനെ ബ്ലീഡിംഗ് ആയതൊന്നും ഞാൻ അറിഞ്ഞില്ല. ആകെ തല കറങ്ങുന്ന പോലെ. കാൽ വേദനിച്ചിട്ടാണെങ്കിൽ അനക്കാനും വയ്യ. അമൃത കണ്ണു നിറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അമൽ അവളുടെ മുഖത്തൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു, സാരമില്ല, നമുക്ക് പോയി ഡോക്ടറെ കാണിക്കാം. മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് മാറിക്കോളും. പനിച്ചിട്ടാവും തല കറങ്ങുന്നത്. ഞാൻ ഡ്രസ്സ് എടുത്തു തരാമെന്ന് പറഞ്ഞ് അവൻ അലമാരയുടെ നേരെ ചെന്ന് അലമാര തുറന്നു. അമൃതയ്ക്ക് മാറാനുള്ള ഡ്രസ്സ് എടുത്തു. എന്നിട്ട് അവളോട് ചോദിച്ചു, നാപ്കിൻ വേണ്ടേ? എവിടെയാ വെച്ചിരിക്കുന്നത്? അലമാരയിൽ ഡ്രസ്സ് വെച്ചതിനടുത്തുണ്ടെന്ന് അവൾ അങ്ങോട്ട് ചൂണ്ടി പറഞ്ഞു. അവൻ അലമാര തുറന്നു. നാപ്കിൻ എടുത്ത് അവളുടെ അടുത്തേക്ക് വന്നു. ഞാൻ മാറിക്കോളാം എന്ന് പറഞ്ഞ് അവൾ ബാത്റൂമിൽ പോകാനായി എണീറ്റപ്പോൾ ക്ഷീണം കാരണം അവൾ മെല്ലെ ഒന്ന് ആടി വീഴാൻ പോയി. അമൽ അപ്പോഴേക്കും അവളെ അരയിലൂടെ കൈയിട്ട് താങ്ങി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ സഹായിക്കാം, വെറുതെ വീഴണ്ട. കുഴപ്പമില്ലേട്ടാ, ഞാൻ ചെയ്തോളാം. അപ്പോൾ അമൽ അവളോട് സ്നേഹത്തോടെ പറഞ്ഞു, സാരമില്ലെന്നേ, ഞാനല്ലേ, വേറെ ആരുമല്ലല്ലോ. നീ മോശമൊന്നും വിചാരിക്കണ്ട. ഇപ്പോൾ തന്നെ കണ്ടില്ലേ വീഴാൻ പോകുന്നത്? നിനക്കൊട്ടും വയ്യ എന്ന് കണ്ടാൽ തന്നെ അറിയാം. നീ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞ് അവൻ അവളെ ഡ്രസ്സ് മാറാനായി സഹായിച്ചു. എന്നിട്ട് ബ്ലീഡിംഗ് ഉള്ള ഷോളും ഉടുപ്പുമെല്ലാം ബാത്റൂമിൽ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കിയിട്ട ശേഷം അമൃതയെ കൊണ്ട് അവന്റെ കാറിൽ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് ആണി കയറിയതിന് ഇഞ്ചക്ഷൻ വെച്ചു. പനിക്ക് മരുന്നും കൊടുത്തു. അവിടെ തൊട്ടടുത്തുള്ള 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് അമൃതയ്ക്ക് വയറു നിറയെ ഭക്ഷണം വാങ്ങിക്കൊടുത്തു. ശേഷം കാറിൽ അവളെ അവന്റെ മടിയിൽ കിടത്തിക്കൊണ്ട് വീട് വരെ ഡ്രൈവ് ചെയ്തു. വീട്ടിലെത്തുമ്പോഴേക്കും നേരം പുലരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. തിരികെ റൂമിൽ വന്ന ശേഷം അമൃതയെ ചേർത്തു പിടിച്ച് തലോടി ഉറക്കി. തന്റെ തൊട്ടരികിൽ ചേർത്തു പിടിച്ചുകൊണ്ട് അമലുള്ള സമാധാനത്തിൽ അമൃത സുഖമായി ഉറങ്ങി. കൂടെ അവനും ഉറങ്ങിപ്പോയി. രാവിലെ അമ്മയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ടാണ് അമൽ ഉറക്കത്തിൽ നിന്നുണർന്നത്. മരുന്നിന്റെ ക്ഷീണത്തിൽ തളർന്നുറങ്ങുന്ന അമൃതയെ ഒന്നുകൂടി നന്നായി പുതപ്പിച്ച് കവിളിൽ ഒരു ഉമ്മയും കൊടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മ ഭദ്രകാളിയെ പോലെ നിൽക്കുകയായിരുന്നു. അവളെവിടെ? നീ എപ്പോ വന്നു? അമ്മ ചോദിച്ചു. ഞാൻ വന്നതാണോ അമ്മക്കറിയേണ്ടത്, അല്ലെങ്കിൽ അവൾ എവിടെയെന്നോ? അമൽ കുറച്ചു ദേഷ്യത്തിൽ തിരിച്ചു ചോദിച്ചു.
അവൾക്ക് പീരീഡ്സ് അല്ലേ, അവളെ അടുക്കളമുറിയിൽ കാണാനില്ലല്ലോ, അവളെവിടെ? ഉറങ്ങുന്നു, അമൽ പറഞ്ഞു. എവിടെ? അമ്മ ഒച്ച എടുത്തു. ഇവിടെ എന്റെ കൂടെ ഞങ്ങളുടെ റൂമിൽ. റൂമിലോ? അമ്മ ഗൗരവത്തോടെ അവനെ നോക്കി. എന്റെ ഭാര്യ പിന്നെ ഞങ്ങളുടെ റൂമിൽ എന്റെ കൂടെ അല്ലാതെ വേറെ എവിടെയാ കിടക്കേണ്ടത്? അമ്മയുടെ കൂടെ കിടത്താൻ പറ്റുമോ? ആരോട് ചോദിച്ചിട്ടാണ് അവൾ മുകളിലേക്ക് കയറിയത്? ഇവിടെ നമ്മുടെ ശീലങ്ങൾ എങ്ങനെയാണെന്ന് നിനക്കറിയുന്നതല്ലേ? നിന്റെ അനിയത്തിക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് നിന്റെ ഭാര്യക്കുള്ളത്? അമ്മയോട് വെറുതെ ഒരു തർക്കത്തിന് ഞാനില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടിപ്പോകും. ആര്യയെ പണ്ടിങ്ങനെ കിടത്തുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വേണ്ട എന്ന്. പക്ഷെ അവൾക്ക് ഡൈനിങ് ഹാളിൽ കിടക്കാമായിരുന്നു. ഇവൾക്ക് മാത്രം എന്താ അടുക്കളയിലെ ഇരുട്ടുമുറി? അമൽ കുറച്ചുറക്കെ ചോദിച്ചു. കുറച്ചുനേരം ഒന്ന് പരുങ്ങിയ ശേഷം അമ്മ തപ്പിക്കളിച്ചുകൊണ്ട് പറഞ്ഞു, അത് പണ്ട് ആര്യയുടെ കല്യാണത്തിന് മുൻപൊന്നും ഹാളിൽ കിടക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ തറവാട്ടിൽ പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞതാണ് ഡൈനിങ് ഹാളിന്റെ ഭാഗത്തുകൂടെ ദേവിയുടെ എതിർപ്പോക്കുണ്ടെന്ന്. അപ്പോ പിന്നെ എങ്ങനെയാണ് അവിടെ കിടത്തുക? എന്നിട്ട് വേണം അതിന്റെ ദോഷവും ശാപവും കൂടെ ഈ കുടുംബത്തിലുള്ളവർ അനുഭവിക്കാൻ. ഓ, എന്നു മുതലാ ദേവിയുടെ പോക്കുവരവ് ഇതിലെ ആക്കിയത്? അത് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്റെ കല്യാണം കഴിയാൻ കാത്തിരുന്നതായിരുന്നോ ദേവി ഇതിലെ പോകാൻ? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഈ വീട്ടിൽ ഡൈനിങ് ഏരിയ മാത്രമല്ലല്ലോ ഉള്ളത്. അതുകൂടാതെ എത്ര മുറികളുണ്ട്. കുറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നല്ല സൗകര്യത്തിൽ തന്നെയല്ലേ ഈ വീട് ഞാൻ പണിതിട്ടുള്ളത്. വേറെ മുറികളും സൗകര്യങ്ങളും എല്ലാം ഇവിടെയില്ലേ? ആര്യയുടെ കല്യാണത്തിന് മുമ്പാണെങ്കിൽ ഇത് ഒറ്റത്തട്ട് വീടാണെന്ന് കരുതാം. എന്നാൽ ഇപ്പോൾ ഇത് 2 നില ആക്കിയില്ലേ? മുകളിലെ മുറിയിൽ അമൃതക്ക് കിടക്കുന്നതിന് എന്താ കുഴപ്പം? എല്ലാവരും കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വീടുണ്ടാക്കി കല്യാണമൊക്കെ കഴിക്കുന്നത് നല്ലപോലെ ജീവിച്ചു പോകാനാണ്. ഞാൻ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചത് എൻ്റെ ഭാര്യയായ എൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാനാണ്, അല്ലാതെ ഓരോ കാരണം പറഞ്ഞ് നരകിപ്പിക്കാനല്ല. ആർത്തവമെന്നും പറഞ്ഞ് മാസത്തിൽ കുറച്ച് ദിവസം കൊണ്ടുപോയി അടുക്കള മുറിയിലിടാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ, അതിന് ഞാൻ എതിർക്കുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്ത് കരുതിയാലും ഞാൻ അതിന് അനുവദിക്കുകയുമില്ല. അമൽ പറയുന്നതൊക്കെ കേട്ട് അമ്മ ദേഷ്യം കടിച്ചമർത്തി അങ്ങനെ നിന്നു. അമൽ അപ്പോൾ വീണ്ടും പറഞ്ഞു, അതുകൊണ്ട് അമ്മ വെറുതെ ആളെ മണ്ടന്മാരാക്കുന്ന ഇങ്ങനെയുള്ള കാര്യം എന്നോട് പറയാൻ നിൽക്കരുത്. എല്ലാവരും പൊട്ടന്മാരാണെന്നും അമ്മ വിചാരിക്കരുത്. അമ്മ ഈ വിളിച്ചു പറയുന്നതൊക്കെ വിശ്വസിക്കാൻ മാത്രം ബുദ്ധിശൂന്യനൊന്നുമല്ല ഞാൻ. അടുക്കളപ്പുറത്തുള്ള ഇരുട്ടുമുറിയിൽ കൊണ്ട് ഒറ്റയ്ക്ക് കിടത്തിയേക്കുക, അതും ഒട്ടും വയ്യാത്തപ്പോൾ. ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ കഴിക്കാനെടുത്ത ഭക്ഷണവും തട്ടിത്തെറിപ്പിച്ച്. അമ്മ ഒരു സ്ത്രീ തന്നെയാണോ? ആർക്കൊരു പനി വന്നാൽ ഇപ്പോഴും അമ്മ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് ദുഃഖിച്ചിരിക്കുന്നത് കാണാമല്ലോ. അമ്മയ്ക്ക് അമ്മയുടെ മോള് മാത്രമായിരിക്കും വലുത്. എന്നാൽ എനിക്ക് അങ്ങനെയല്ല. ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണും വലുതാണ്. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ പെണ്ണിനെ ഒറ്റയ്ക്ക് എലിയും പാറ്റയുമുള്ള ആ മുറിയിൽ കിടത്താനോ അസുഖം വന്നാൽ തിരിഞ്ഞു നോക്കാതിരിക്കാനോ എനിക്കാവില്ല. അമ്മയുടെ ചെറ്റത്തരത്തിന് കൂട്ടുനിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ ഞാൻ വരുമ്പോൾ പനിച്ചു വിറച്ച് ബോധമില്ലാതെ കിടക്കുകയായി പാവം. അമ്മയുടെ അടുത്ത് ഇനി ഇവളെ ഒറ്റയ്ക്കിട്ട് പോകാൻ എനിക്ക് കഴിയില്ല. ഒരു പെണ്ണെന്നും കൊതിക്കുന്നത് കല്യാണം കഴിഞ്ഞു വരുന്ന വീട്ടിലെ സമാധാനമാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആകെ കുറച്ച് ദിവസമേ ആയുള്ളൂ. എന്നിട്ടും ഞാനില്ലാത്തപ്പോൾ ഒരിത്തിരി സന്തോഷം കൊടുക്കാൻ അമ്മക്ക് കഴിഞ്ഞോ? അതിന് സമാധാനം കൊടുത്തിട്ട് വേണ്ടേ സന്തോഷം കൊടുക്കാൻ? ദ്രോഹിക്കാൻ തന്നെ സമയം തികയുന്നില്ലല്ലോ അമ്മയ്ക്ക്. പുറമെ കാണിക്കുന്ന ഈ അഭിനയം തന്നെയാണ് നിങ്ങൾ ജീവിതത്തിൽ മുഴുവൻ കാണിക്കുന്നത്. അത് മക്കളോടായാലും മരുമക്കളോടായാലും. ഒന്നോർത്താൽ നന്ന്, അമ്മയും ഒരിക്കൽ ഒരു മരുമോളായിരുന്നു എന്ന്. പണ്ടത്തെ അമ്മായിയമ്മ പോലും അടിമത്ത കാലവും ഒക്കെ കഴിഞ്ഞമ്മേ. അമ്മ ഒക്കെ ഇപ്പോഴും ഏത് യുഗത്തിലാണ്? ഇവളെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാനും ഭക്ഷണം തട്ടിത്തെറിപ്പിക്കാനും ഒക്കെ ഉള്ള എന്ത് അധികാരമാണ് അമ്മയ്ക്കുള്ളത്? അമ്മക്ക് വേലക്കാരിയാക്കി ചവിട്ടിത്തേക്കാനല്ല ഞാൻ ഇവളെ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ ഇവളെയും കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ പോവാണ്. ഇപ്പോഴാണെങ്കിൽ ഞാനുണ്ട് അവളുടെ കൂടെ. ഇനി അവളും ഒന്ന് സന്തോഷിക്കട്ടെ. അമ്മയും പെങ്ങളും മാത്രം അങ്ങനെ സന്തോഷിച്ചാൽ പോരല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മാറുകയാണ്. അമ്മയുടെ അധികാരമുള്ള വീട്ടിലല്ലേ അമ്മയ്ക്ക് ഇവളെ ദ്രോഹിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവരുടെ സംസാരമൊക്കെ കേട്ട് അർജുൻ അങ്ങോട്ടേക്ക് വന്നു. അമൽ പറഞ്ഞതൊക്കെ കേട്ട് അവൻ അപ്പോൾ തന്നെ പറഞ്ഞു, അത് നല്ലതായേട്ടാ. ഏട്ടൻ പോകുമ്പോൾ ഏട്ടത്തിയെയും കൊണ്ടുപോയിക്കോ. ഞാൻ എന്തായാലും ഈ വീട്ടിലേക്ക് കല്യാണം കഴിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതാ. ആരും വളർത്തുപട്ടികളല്ല എന്ന് അമ്മ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അർജുൻ അമ്മയെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ അപ്പോൾ അമലിനെയും അർജുനെയും ദേഷ്യത്തോടെ മാറി മാറി നോക്കി. ഞാൻ നിങ്ങളെ അമ്മയല്ലടാ, എന്നിട്ടാണോ നിങ്ങൾ രണ്ടും കൂടി എന്നെ പഠിപ്പിക്കുന്നത്? അമ്മ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മയാണ്, അതുപോലെ അമൃത എൻ്റെ ഭാര്യയുമാണ്. അവിടെയുമുണ്ട് എനിക്ക് എൻ്റെതായ ചില ഉത്തരവാദിത്തങ്ങൾ. അതുകൊണ്ട് അവൾ ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ അവളെയും കൊണ്ടുപോകും, അമൽ ഉറപ്പിച്ചു പറഞ്ഞു. റൂമിന്റെ വാതിൽക്കൽ നിന്നുള്ള ഇവരുടെ സംസാരം കേട്ട് അമൃത അപ്പോൾ ഉറക്കത്തിൽ നിന്നുണർന്നു. പുറത്തു നിന്നുള്ള അമലിന്റെ വാക്കുകൾ കേട്ട് അവന്റെ സ്നേഹത്തിന്റെയും സംരക്ഷണത്തിന്റെയും അളവ് അമൃത മനസ്സിലാക്കുന്ന നിമിഷമായിരുന്നു അത്. അപ്പോഴാണ് ഇവിടെ നടന്നതൊന്നും അറിയാതെ അമ്മ അമൃതയുടെ ചെയിൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞതുകൊണ്ട് അതിനായി ആര്യ രാവിലെ തന്നെ അങ്ങോട്ട് വന്നത്. ആ വന്നല്ലോ വനമാല. ആര്യയെ കണ്ടപാടെ അർജുൻ കളിയാക്കി പറഞ്ഞു. ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? എറണാകുളത്ത് നിന്ന് എപ്പോൾ വന്നു? പ്രതീക്ഷിക്കാതെ അമലിനെ കണ്ടപ്പോൾ ആര്യ ചോദിച്ചു. ഞാൻ ഇവിടുണ്ട്. നീ എന്താ രാവിലെ തന്നെ? അമൽ തിരിച്ചു ചോദിച്ചു.
അത് ഒന്ന് ചമ്മിയിട്ടാണെങ്കിലും ആര്യ തന്റെ വരവിന്റെ ഉദ്ദേശം അറിയിക്കുകയും ചെയ്തു. അമലേട്ട, എനിക്ക് പണത്തിന് കുറച്ച് അത്യാവശ്യമുണ്ട്. സബീഷേട്ടൻ ഇപ്പോൾ പണിയൊക്കെ കുറവാണെന്ന് അറിയാമല്ലോ. ഞങ്ങളൊരു കാറ് കണ്ടുവച്ചിട്ടുണ്ട്. അത് വാങ്ങാനും പിന്നെ കുട്ടികളുടെ സ്കൂളിലെ കാര്യങ്ങൾക്കും വേണ്ടി ഏട്ടത്തിയുടെ 2 ചെയിൻ കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. ആര്യ അത് പറഞ്ഞപ്പോൾ അമലും അർജുനും അവളെ ഒന്ന് നോക്കി. ആ ബെസ്റ്റ്, എനിക്കറിയാമായിരുന്നു ഇതിനാണ് നീ രാവിലെ തന്നെ വന്നതെന്ന്. അർജുനാണ് അത് പറഞ്ഞത്. കൂടാതെ ഇതൊക്കെ താൻ പ്രതീക്ഷിച്ചതാണ് എന്നൊരു ഭാവവും കൂടിയായിരുന്നു അർജുന്റെ മുഖത്ത്. അല്ല, നിന്റെ കയ്യിൽ കിടക്കുന്ന കുറെ സ്വർണമുണ്ടായിരുന്നല്ലോ. ഇപ്പൊ കഴുത്തിലും കിടക്കുന്ന ഇതെടുത്ത് പണയം വെച്ചാലും പണം കിട്ടുമല്ലോ. ആര്യയുടെ കയ്യിലും കഴുത്തിലും കിടക്കുന്ന സ്വർണത്തിലേക്ക് നോക്കി അമൽ ചോദിച്ചപ്പോൾ അവൾ കൈ പെട്ടെന്ന് മറച്ചു പിടിച്ചു. എവിടേക്കെങ്കിലും പോകുമ്പോൾ കയ്യിലും കഴുത്തിലും ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഏട്ടാ പോവുക? ഏട്ടത്തിയുടെ ചെയിനൊക്കെ ആകുമ്പോൾ ഇവിടെ ഉപയോഗമില്ലാതെ വെച്ചിരിക്കുകയല്ലേ? ഞങ്ങൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ചോദിച്ചതാണ്. അവൾ പറഞ്ഞപ്പോൾ അമലിനും അർജുനും ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവളുടെ മാല ഇവിടെ ഉപയോഗമില്ലാതെ ഇരിക്കുകയാണെന്ന് നിന്നോടാരാ പറഞ്ഞത്? അമൽ ചോദിച്ചപ്പോൾ ആര്യ ഞെട്ടിക്കൊണ്ട് അവനെ ഒന്ന് നോക്കി. നീ വലിയ അഭിപ്രായം പറയാതെ അത് അവൾക്ക് എടുത്തു കൊടുത്തൊന്ന് സഹായിക്കേ, ഒരു നല്ല കാര്യത്തിനല്ലേ? അമ്മ ഇടയിൽ കയറി പറഞ്ഞു. അമ്മ ചോദിക്കുന്നത് കേട്ടപ്പോൾ അമൽ പുച്ഛത്തോടെ അമ്മയെ നോക്കി. എന്റെ ഭാര്യയുടെ സ്വർണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനല്ലാതെ മറ്റാരാണ് അഭിപ്രായം പറയേണ്ടത്? അവൻ എടുത്തടിച്ച പോലെ അത് ചോദിച്ചപ്പോൾ അമ്മയുടെ മുഖം വീർത്തു. നിന്റെ ഭാര്യയുടെ സ്വർണമാണെങ്കിലും നിനക്ക് സ്ത്രീധനം കിട്ടിയ സ്വർണമാണത്. നീയേ ഞാൻ പ്രസവിച്ച മോനാ. അതിൽ അവകാശം നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കുമാണ്. അല്ലാതെ നിനക്കോ നിന്റെ ഭാര്യക്കോ അതിൽ പ്രത്യേകിച്ച് ഒരവകാശവുമില്ല. അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ അർജുൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. അത് നല്ല കഥ. ഏട്ടത്തിയുടെ സ്വർണത്തിൽ ഏട്ടനും ഏട്ടത്തിക്കും ഒരു അവകാശവുമില്ലെന്നോ? അങ്ങനെയാണെങ്കിൽ അമ്മയുടെ മോളുടെ കഴുത്തിലും കയ്യിലും കിടക്കുന്നതൊക്കെ അമ്മയുടെ മരുമോന്റെ വീട്ടുകാർക്ക് ഇവൾ ഊരി കൊടുക്കാത്തതെന്താ? അളിയന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒക്കെ ഇവളുടെ സ്വർണം കൊടുക്കുമോ? അതിനെ അമ്മയുടെ മോള് രണ്ടാമതൊന്നുകൂടി ജനിക്കണം. അളിയന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ, അളിയന് തന്നെ ഇവള് കൊടുക്കുമോ? എന്റെ മോള് കൊടുക്കും. നീ അവളെ കുറിച്ച് വേണ്ടാത്തത് പറയണ്ട. അമ്മ അർജുന്റെ നേരെ വന്നു. അങ്ങനെയാണെങ്കിലേ കാര്യങ്ങൾ എളുപ്പമായി. അമ്മയുടെ മോളെ സ്വർണം മരുമോൻ അവകാശപ്പെട്ടതല്ലേ? അപ്പോൾ പിന്നെ മരുമോന്റെ അവകാശം വെച്ചിട്ട് അതൊക്കെ എടുത്ത് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്ത് കാറ് വാങ്ങിക്കൂടെ? പിന്നെ എന്തിനാണ് ഏട്ടത്തിയുടെ സ്വർണം? അർജുൻ ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടപ്പോൾ അമ്മയും ആര്യയും മറുപടിയില്ലാതെ പരസ്പരം നോക്കി. അർജുനെ പിടിച്ചൊന്ന് പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു അവർക്ക് 2 പേർക്കും. ഈ ചെക്കൻ എന്തിനാ ഇതിനിടയിൽ കയറി ഇടങ്കോലിടുന്നത്? അവർ 2 പേരും അവനെ നോക്കി പല്ലു അടിച്ചു. എന്റെ ഭാര്യയുടെ സ്വർണം കണ്ടിട്ട് ആരും ഇങ്ങോട്ടേക്ക് കയറി വരണമെന്നില്ല. ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അവളുടെ അച്ഛൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് അവൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാണത്. നിനക്ക് തരാനുള്ളതൊക്കെ മാന്യമായി ഇവിടുന്ന് തന്നു കഴിഞ്ഞതാ. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം നടക്കില്ല. കഴിഞ്ഞ മാസം കല്യാണ ചിലവിനും മറ്റും പണമില്ലാതെ ഞാൻ കിടന്ന് നട്ടം തിരിഞ്ഞു. അന്ന് ഈ നിൽക്കുന്ന എന്റെ പെങ്ങളായ നിന്നോട് ഞാൻ ചോദിച്ചു കുറച്ച് പണം കടം തരാനുണ്ടോ എന്ന്. അന്ന് നീ പറഞ്ഞത് എന്താണെന്നറിയാമോ? നിന്റെ കാര്യങ്ങൾക്ക് പോലും നിനക്ക് പണം തികയുന്നില്ലെന്ന്. ഇനി ഇവിടേക്ക് കൂടി ചെലവാക്കാൻ നിനക്ക് പണമില്ലെന്ന്. അതേ കാര്യം തന്നെയാണ് ഞാനും പറയുന്നത്. എന്റെ ആവശ്യങ്ങൾക്ക് ചെലവാക്കാൻ അവളുടെ സ്വർണം ഞാൻ എടുക്കും. അല്ലാതെ മറ്റൊരു വീട്ടിലെ ചെലവ് നോക്കാൻ വേണ്ടി അവളുടെ സ്വർണം എടുത്ത് പണയം വെക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവനവന്റെ കയ്യിലുള്ളത് എടുത്ത് വിറ്റിട്ടോ അല്ലെങ്കിൽ അധ്വാനിച്ച് സമ്പാദിച്ചിട്ടോ കാർ വാങ്ങാൻ നോക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് അമൽ റൂമിൽ കയറി വാതിലടച്ചു. ദേഷ്യത്തോടെ അമൽ പുറംതിരിഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ വന്ന കാര്യം നടക്കില്ല എന്ന് മനസ്സിലായ ആര്യ അവിടെ നിന്ന് പരിങ്ങിക്കളിച്ചു. അർജുൻ അപ്പോൾ അമ്മയെയും അവളെയും തറപ്പിച്ചു നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കും ആര്യക്കും അമലിനോടും അർജുനോടും തീർത്താൽ തീരാത്ത ദേഷ്യമുണ്ടായിരുന്നു. അപ്പോൾ നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി തടയിടാൻ വരുന്നത് എന്ന് അമ്മ അവനോട് പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അർജുൻ പറഞ്ഞു, ഞാനാണോ അതോ നിങ്ങളാണോ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കുന്നത്? ഏട്ടൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇത്തിരിയെങ്കിലും കുറ്റബോധം വന്നു കാണുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ അമ്മയുടെ പൊട്ടിത്തെറിക്ക് ഇപ്പോഴും ഒരു കുറവുമില്ലല്ലേ? അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ഏത് കാലത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്? വേണ്ടാത്ത സീരിയലും മറ്റുമെല്ലാം കുത്തിയിരുന്ന് കണ്ട് അമ്മായിയമ്മ പോരും നാത്തും പോരുമെല്ലാം തലയിൽ കയറ്റി നടക്കാൻ നിങ്ങൾക്കൊന്നും ഇപ്പോഴും ഒരു നാണവുമില്ലേ? ഞാൻ എങ്ങാനും എന്നെങ്കിലും കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് എൻ്റെ ഭാര്യയെ കൊണ്ടുവരില്ലെന്ന് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. ഏതെങ്കിലും വീട്ടിൽ സുഖമായി കഴിയുന്ന ഏതോ അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നുമോളെ എന്തിനാണ് വെറുതെ ഈ നരകത്തിലോട്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് കഷ്ടപ്പെടുത്താൻ ഇട്ടുതരുന്നത്? ഏട്ടൻ അത് നേരത്തെ ചിന്തിക്കാൻ വിവരമില്ലാതെ പോയി. അതാ കുറച്ചു ദിവസമെങ്കിൽ കുറച്ചു ദിവസം ഏട്ടത്തിയെ ഇവിടെ നിർത്തി ജോലിക്ക് പോയത്. എന്തായാലും അധികം നാൾ ദുരിതം അനുഭവിക്കേണ്ടി വന്നില്ലല്ലോ. കുറച്ചു ദിവസം കൊണ്ട് തന്നെ അമ്മയുടെ സ്വഭാവം മനസ്സിലാക്കി ഏട്ടൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞല്ലോ. എൻ്റെ കാര്യത്തിൽ എന്തായാലും അമ്മയ്ക്ക് അതും നടക്കില്ല. ഒന്നുകിൽ ഞാൻ വേറെ വീട് വെച്ചിട്ട് കല്യാണം കഴിക്കും. ഇനി അതിനുള്ള സാമ്പത്തികമാകുന്നതിന് മുൻപ് കല്യാണം കഴിച്ചാൽ ഞാൻ മറ്റെവിടെയെങ്കിലും ജോലി നോക്കി ഇവിടുന്ന് മാറിപ്പോയി അവിടെ താമസിക്കും. അല്ലാതെ അമ്മയുടെ ആട്ടും തുപ്പും തൊഴിയും അനുഭവിക്കാനായിട്ട് എൻ്റെ ഭാര്യയെ ഞാൻ തരില്ല. അത് കഴിഞ്ഞ് അർജുൻ ആര്യയെ നോക്കി. അവൾ അപ്പോൾ തല താഴ്ത്തിക്കൊണ്ട് അർജുനെ ഇടം കണ്ണിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. അമ്മയ്ക്ക് പിന്നെ ഇത്രയും പ്രായമായി, ഈ സ്വഭാവം ഇനി മാറാനൊന്നും പോകുന്നില്ല. നീ ഏതായാലും ചെറിയ പ്രായമല്ലേ,
നിനക്ക് തരാനുള്ളതൊക്കെ മാന്യമായി ഞാനും ഏട്ടനും സമ്പാദിച്ചു തന്നിട്ടില്ലേടി? അതും പോരാഞ്ഞിട്ട് അമ്മയുടെ വാക്കും കേട്ട് ഏട്ടന്റെ ഭാര്യയുടെ പൊന്നും ചോദിച്ചു വരാൻ നിനക്ക് ഇത്തിരി പോലും ഉളുപ്പ് തോന്നുന്നില്ലേ? നിന്റെ ഭർത്താവിന് കൈക്കും കാലിനും ഒന്നും ഒരു കുഴപ്പവുമില്ലല്ലോ. പിച്ച എടുത്ത് തിന്നുന്നതിന് ഇതിനേക്കാൾ മാന്യതയില്ലേ? ഏതോ അച്ഛൻ കഷ്ടപ്പെട്ട് ചോര നീരാക്കി അവരുടെ മോൾക്ക് കൊടുത്ത പൊന്നും ചോദിച്ചു വരാൻ മാത്രം അധപതിച്ചല്ലോ ആര്യ നീയൊക്കെ. എന്തായാലും നിങ്ങൾ അമ്മയും മോളും കൂടെ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. എനിക്ക് ഏതായാലും സമാധാനമായി. അപ്പോൾ ബൈ എന്ന് പറഞ്ഞ് ടാറ്റ കാണിച്ചുകൊണ്ട് അർജുൻ അവന്റെ റൂമിലേക്ക് കയറിപ്പോയി. അമ്മയും ആര്യയും അപ്പോൾ അവരുടെ പ്ലാനിംഗ് ഒന്നും നടക്കാതെ എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി അങ്ങനെ നിന്നു. ഈ ദേഷ്യമൊക്കെ കൂടെ ഇനി അമൃതയോട് കാണിക്കാമെന്ന് വെച്ചാൽ അമലും അവളും ഇപ്പോൾ പോകുമല്ലോ. അതുകൊണ്ട് അവർക്ക് അതിനും കഴിയാതെയായി. അതേസമയം അമൽ റൂമിൽ കയറിയപ്പോൾ ഇതെല്ലാം കേട്ട് കണ്ണു നിറഞ്ഞുകൊണ്ട് അമൃത ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ അടുത്ത് ചെന്ന് നെറ്റിയിൽ തൊട്ടു നോക്കി തലോടിക്കൊണ്ട് പറഞ്ഞു, പനി കുറവുണ്ട്, നമുക്ക് പതിയെ ഇറങ്ങാൻ നോക്കാം. പോകുന്ന വഴി ഭക്ഷണം കഴിക്കാം. കാറിലല്ലേ, ക്ഷീണമുണ്ടെങ്കിൽ നിനക്ക് കിടക്കാലോ. സാരമില്ല, എല്ലാം പോട്ടെ, ഏട്ടനില്ലേ കൂടെ? ആർക്കും ചവിട്ടി തേക്കാനോ അടിമപ്പണി ചെയ്യിക്കാനോ വേണ്ടിയല്ല ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. ഞാനുണ്ടാകും ജീവനുള്ള കാലത്തോളം നിനക്ക്. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് അമൽ അമൃതയെ ഒന്നുകൂടി ഇറുകിപ്പുണരുമ്പോൾ പീരീഡ്സിന്റെ വേദനയും പനിയുടെ ക്ഷീണവും എല്ലാം മറന്ന് അവൾ അപ്പോൾ സകല ദൈവങ്ങൾക്കും നന്ദി പറയുകയായിരുന്നു, ഇങ്ങനെ ഒരാളെ തനിക്ക് ഭർത്താവായി തന്നതിന്.